മോളെ 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 ആ അമ്മേതാ വരുന്നു. എന്താ പിന്നെ ഇന്ന് നമുക്ക് സ്കൂളിലത്തെ സാധനങ്ങൾ വാങ്ങാൻ പോവാ. അമ്മേ ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, പക്ഷെ അവിടെ എത്തിയിട്ട് കാണാക്കുന്ന സാധനങ്ങളായിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാല് പൊന്നെ ഞാനൊന്നും വാങ്ങുന്നില്ല. എന്നാ ഇറങ്ങിയാലോ? ആ അല്ല സൽമാനൊന്നും വരുന്നില്ലേ? സൽമാനും ആമിയും ഒന്നും വരുന്നില്ലേ? ആ നമ്മളവിടെ പുറത്ത് അവരെ കാത്തു നിൽക്കണം. അമ്മേ സൽമാനും ആമിയും മാത്രമേ ഉള്ളൂ, ലച്ചു ഒന്നുമില്ലേ? ആ ലച്ചുണ്ട്, ആമിഷുണ്ട്. ഡിങ്കടിക്ക 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 ഇന്ന് കുറേ സാധനങ്ങൾ വാങ്ങണം. വാ പുറത്തേക്ക് പോവാ. അതാ വരുന്നു. അല്ല അവരെ കാത്തുക്ക അതോ നമ്മള് വണ്ടിമ്മ പോവാ? നമ്മള് വണ്ടിമ്മ പോവാ, അവരവിടെ ഉണ്ടാവും. വണ്ടി എടുക്ക് പോവാ. ആ ഇതാ പോന്ന്, കേറി പോവാ. അമ്മേ ഭയങ്കര പോവാ. ഈ തിടുക്കം സ്കൂളിൽ പോകുമ്പോഴും കാട്ടണം കേട്ടോ. ചേട്ടാ നിങ്ങൾ എന്തേ വണ്ടി കാട്ടുന്നേ? നിങ്ങൾ അടങ്ങിയിരിക്കി, ഇപ്പൊ പോവാ. ഒന്നും മിണ്ടാതിരിക്ക കൊച്ചേ. ആ ഇതാ എത്തിട്ടോ. ഞാനിറങ്ങി. ഇത്ര വലിയ മാളോ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അല്ല അമ്മ അവരൊക്കെ എവിടെ? നീ ഒതുങ്ങി നിക്കടി, അവരൊക്കെ ഇപ്പൊ വരും. എന്നാ ഞാനേ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. വേം വാ വേം വാ. ചേട്ടാ വേം വരണേ, എന്റെ കയ്യിലല്ല പൈസ, നിങ്ങളുടെ കയ്യിലാ. അപ്പൊ പൈസ ഞാൻ തന്നെ എടുക്കണം, എന്തായാലും പോക്കറ്റ് കയറും. മോളെ ഞാൻ അവർക്കൊന്ന് വിളിച്ചോക്കട്ടെ കേട്ടോ. ആ വേം വിളിക്ക് വേം വിളിക്ക്. ഹലോ നിങ്ങളെവിടെ? എന്താ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഞങ്ങളിവിടെ എത്തി. ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ടടി, ഇപ്പൊ വരാട്ടോ. ആ വേം വാ. ആ നിങ്ങളിവിടെ എത്തിയോ? എന്ത് പറയാനാടി, ഈ പെണ്ണൊരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല, അങ്ങനെയാണ് നേരത്തെ വന്നത്. ഓ ഡി ആമിന, അല്ല ലച്ചു വന്നില്ലേ? ഇല്ലടി, ലച്ചു വന്നില്ല, അവളുടെ അമ്മ വന്നിട്ടുണ്ട്. അതെന്താ അവള് വരാതിരുന്നേ? ഞാൻ അവളെ ഒരുപാട് കാത്തിരുന്നു. അവളുടെ അച്ഛന്റെ കൂടെ ചിലപ്പോ വരും എന്നാ പറഞ്ഞു. അല്ല സൽമാൻ വന്നില്ലേ? കാക്ക വന്നിണ്ട്, ഇപ്പൊ വരൂട്ടോ. ഡി ഉണ്ടക്കണ്ണി പാറു. സൽമാൻ ഫിഷ് നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ. ഞാൻ എന്നോട് കുറെ വട്ടം പറഞ്ഞിട്ട് എന്നെ ഉണ്ടക്കണ്ണി വിളിക്കരുതെന്ന്. ഇടി എന്നാ നമുക്ക് അകത്ത് കയറാം. ആ മക്കളെ വാ അകത്ത് കയറാം. അല്ലടി നിന്റെ മുഖം കാണാൻ പോയി കടുന്നല് കുത്തിയ പോലെ ഉണ്ടല്ലോ, എന്താ പറ്റി? അതീ സൽമാനെ കളിയാക്കി അമ്മ. എടാ സൽമാനെ നീ വീട്ടിക്ക് പോട്ടാ, കാണിച്ചു തരാം. കേറി 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 മാളിക്ക്. വലിയ മാള്. ശരിയാ, എന്ത് വലുതാ, നമുക്ക് പറ്റിയ മാളിട്ടാ. അമ്മേ സ്കൂൾ മാറ്റി പോവാ. ആടി അല്ല നിന്റെ ചേച്ചി വന്നില്ലേ പാറു? ഇല്ലടി, അവള് അമ്മായിയുടെ വീട്ടിൽ പോയിക്കാ. ആന്റി ആന്റി എന്താ മോളെ? ലച്ചു എന്താ വരാത്തെ? അവളിപ്പ വരൂട്ടോ. അമ്മ സ്കൂൾ മാർക്കിൽ പോവാ. മോളെ ആ ലച്ചും കൂടി ഒന്ന് വന്നോട്ടെ. ആ ലച്ചു മോള് ഇതാ എത്തിയല്ലോ. എവിടെ ലച്ചു? എന്താ പാറു? ഒന്നുമില്ല അമ്മ, ഇനി സ്കൂൾ മാർക്കിൽ പോവാ. ആ വായോ, ഇതാ കാണുന്നേ, അതല്ലേ സ്കൂൾ മാർട്ട്? അടി അത് തന്നെ. അതന്നെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നു.
ഞാനും. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നമ്മുടെ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു. ഒരു ബാഗ് കിട്ടാൻ എത്ര കൊതിച്ചിട്ടുണ്ട്. സത്യല്ലേ. നമുക്ക് അവിടേക്ക് പോവാ. അങ്ങോട്ടൊക്കെ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അല്ല, ഇവിടെ ഇതൊക്കെ കാണിച്ചു തരാൻ ആരുമില്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല, ഈ സ്കൂൾ മാർട്ടിലെ സാധാരണ ആൾക്കാർ എന്താ വാങ്ങാൻ വരല്? ബാഗും ഐറ്റംസ് ഒക്കെ. അപ്പം ഞങ്ങൾ അതിന് തന്നെ വന്നിക്കണേ. അല്ലാതെ സ്കൂൾ മാർട്ടിന്ന് ആനനെയും പൂച്ചനൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. പാർക്കുട്ടി. സോറി അമ്മേ, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ. വന്നപ്പോ തന്നെ പരട്ട കൊച്ചുങ്ങളാണ് കസ്റ്റമറായി കിട്ടിയത്. ചേച്ചി എന്തേലും പറഞ്ഞിരുന്നോ? ഏയ്, ഒന്നും പറഞ്ഞില്ല. മക്കളെ, നിങ്ങൾക്ക് ഏതൊക്കെ ബാഗാ വേണ്ടതെന്ന് പറഞ്ഞോ. ഉമ്മച്ചിയെ, എനിക്ക് സ്പൈഡർമാന്റെ ബാഗ് മതി ട്ടോ. എനിക്ക് ബാർബി. എനിക്ക് ഹലോ കിറ്റി. എനിക്ക് ബ്ലാക്ക് പിങ്ക്. മോളെ, മോൾക്ക് ഈ ബാഗ് മതിയോ? ഈ വൈറ്റ് പാക്കറ്റിൽ വരുന്ന ഈ ബ്ലാക്ക് പിങ്ക് ബാഗ്. മതി. എന്നാ അതെടുത്തൊന്ന്. ഓക്കെ. മോൾക്ക് ഈ ബാഗ് മതിയോ ബാർബി? ഇത് മതി, ഇത് അടിപൊളി. എന്നാ അതെടുത്തോ. ഈ ഹലോ കിറ്റി ബാഗ് മതിയോ? എനിക്കിത് മതി. പിന്നെ ഒരു നല്ല പ്ലെയിനുള്ള ബാഗുണ്ടോ? ഉണ്ട്. ഈ ബാഗ്. അതൊന്നെടുത്തോ. അമ്മേ, എനിക്ക് 2 ബാഗുണ്ടോ? നിനക്കല്ല, ഇത് നിന്റെ ചേച്ചിക്കാ. ഇത് പാക്ക് ചെയ്തോട്ടോ. വേറെന്തെങ്കിലും വേണോ? നോട്ട്ബുക്ക് വേണം. പിന്നെ പൊതിച്ചിലും വേണ്ടേ? നെയിം സ്ലിപ്പും ലഞ്ച് ബോക്സ് ഒന്നും എടുക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ആടി എടുക്കുന്നില്ലെന്ന്. ബില്ല് ചെയ്യട്ടെ. ഇതാ, എല്ലാവരും പൈസ ഞാൻ കൊടുക്കാട്ടോ. എനിക്ക് കയ്യിൽ തന്നാൽ മതി, ഞാൻ ഗൂഗിൾ പേയിൽ വിട്ടുകൊടുക്കാം. ആടി, എന്നാ നീ വിട്ടോ. ചെയ്തിട്ടുണ്ട്. എത്രയായി? അപ്പോ 3200 ഡിസ്കൗണ്ട് ആക്കിയിട്ട് 2800 കേട്ടോ. ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് കേട്ടോ. റുപ്പീസ് 525 റിസീവ്ഡ് ഓൺ ഫോൺ പേ. അയ്യോ, ഈ ഗൂഗിൾ പേ ആണെങ്കിൽ പോകുന്നില്ല. അപ്പൊ ഇപ്പൊ അയച്ചതോ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആവും. റുപ്പീസ് 2800 റിസീവ്ഡ് ഓൺ ഫോൺ പേ. ചേച്ചി കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഏതായാലും പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഭയങ്കര വിശപ്പ്. ശരിയാ, അത് ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കാം. എന്ത് റെഡി സാധനങ്ങള്? സൽമാനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഞാനേ വേറെ കടയിൽ നിന്ന് വാങ്ങിത്തരാം കേട്ടോ. സ്പൈഡർമാൻ്റെത് ഇവിടെ ഇല്ലാത്തോണ്ടാ. എനിക്ക് വലുത് വേണം. അല്ല, അവളെ എന്നിട്ടാ സാധനങ്ങളൊക്കെ എടുത്ത് പോന്നേ? അത് ഞാൻ പാറുവിൻ്റെ അച്ഛനക്ക് കൊടുക്കാൻ പോയതാ. മിടുക്കി. എന്നാ ഇറങ്ങാം. അങ്ങനെ പുറത്തെത്തി. അതവിടെ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ പോയി കഴിക്കാം. കുട്ടികളെല്ലാരും വാ. എല്ലാവർക്കും സീറ്റ് ആയില്ല. അല്ല, എന്താ വേണ്ടെന്ന് പറഞ്ഞോ? എനിക്ക് നല്ല മന്തി കിട്ടുമെങ്കിൽ അത് മതി. എനിക്കും. മന്തിയല്ലേ, ഇപ്പൊ കൊടുന്നു തരാട്ടോ. അതില്ലെങ്കിൽ എന്തെങ്കിലും എടുത്താ പോരെ? അതില്ലെങ്കിൽ എന്തെങ്കിലും എടുത്താൽ മതി. നല്ല ഐറ്റംസ്. എന്നാ വലിയ ചിക്കൻ പീസ. എന്നാ എല്ലാരും കഴിച്ചു തുടങ്ങിക്ക. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ശരിയാടി, ആ
അടിപൊളി ടേസ്റ്റ്. എന്താടി ഇത് ചിരിക്കണേ? എന്താടി അത് പറഞ്ഞപ്പോഴൊരാൾക്ക് തിന്നാളെ മൂട് പോകും. ഓളെന്താ കാട്ടിക്കോട്ടെ, ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കഴിഞ്ഞില്ലേ, ഇറങ്ങാ. ഇപ്പൊ തന്നെ രാത്രിയായി. പോവാ, സന്ധ്യയായി. ഡി ലച്ചു, എൻ്റെ കൂടെ ഒന്ന് വരണേ. ആടി വരാം. എന്നാ ഞാനും വരും. വന്നു. ഞാനും വരട്ടെ? വേണ്ട. എന്താടി? എന്താ നീ വരാൻ പറഞ്ഞേ? ഒരു കാര്യം പറയാനാ. അതെ, അമ്മേ വീട്ടിൽ പോവാ. വീട്ടിലേക്കൊക്കെ പോവാ. പക്ഷെ അച്ഛൻ കാറും കൊണ്ട് പോയിക്കുക. അല്ല, അച്ഛൻ സ്കൂട്ടി എടുത്തല്ലേ പോയി. അത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പൊ കാറെടുത്ത് എവിടേക്കോ പോയിക്കുക. ഇപ്പൊ വരാ പറഞ്ഞിട്ടുണ്ട്. ഡി മീര, ഞങ്ങൾ പോവട്ടാ. പോവായോ? എന്നാ ശരി, നാളെ വാ. അല്ല, ഞാൻ പറയാൻ മറന്നു. നാളെ നിങ്ങളെല്ലാവരും വാ. നാളെ നമ്മളെ സൽമാന്റെ ബർത്ത്ഡേ. സൽമാന്റെ ബർത്ത്ഡേ? ഞങ്ങൾ വരാം. മമ്മി പോവാ? പോവാ. കാറത്തി കേറാവാ. നിനക്ക് ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ആ ചേച്ചി അടിച്ച് ചേച്ചിയെ പറഞ്ഞതിന്. അടിച്ചെന്നോ? അതെന്റെ വായിന്ന് അറിയാതെ വന്ന് പോയതാ. പൈസ ഒത്തിരി പൊടിഞ്ഞല്ലേ? അതെ, മാളിലൊന്നും പോണ്ടിരുന്നില്ല. ഭയങ്കര വില. പക്ഷെ നല്ല സാധനങ്ങൾ കിട്ടി. നല്ല സാധനം തന്നെയാ. പക്ഷേ നിനക്കൊക്കെ അത് 2 ദിവസത്തിനുള്ളതുള്ളൂ. അല്ലല്ല. പിന്നെ ചേട്ടാ, നാളെ സൽമാന്റെ ബർത്ത്ഡേയാ. പോണ്ടേ? അതിന് വേറെ ചെലവ്. ഗിഫ്റ്റ് വാങ്ങണ്ടേ? അതെന്തായാലും വാങ്ങണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഒന്ന് വീട്ടിൽ കയറട്ടെ. ഞാനും കയറട്ടെ. ഞാനും വരട്ടെ. കുളിച്ച് വന്ന് കിടന്നുറങ്ങട്ടെ. എന്തൊരാശ്വാസം കുളിക്കുമ്പോ. ഉറങ്ങട്ടെ. ആമിഷ് ചേട്ടൻ, നല്ല ആമിഷ് ചേട്ടൻ. മോളുറങ്ങിക്കാണും. ഞാൻ ഉറങ്ങട്ടെ.